ഡെൽറ്റ ലൂപ്പ് VHF ആൻറ്റന വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിരിക്കണേ. ഒരു PVC പൈപ്പ് കുത്തനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഈ വയറിങ്ങിന് ഉപയോഗിക്കണ PVC ചാനൽ ഉണ്ടല്ലോ, അതൊരെണ്ണം ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഡെൽറ്റ ലൂപ്പ് ആകൃതിയിൽ, ട്രയാങ്കുലർ ആകൃതിയിൽ ഒരു നമ്മൾ സാധാരണ ആൻറ്റനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റഡ് കോപ്പർ വയർ HF ആൻറ്റനയ്ക്ക് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഒരു ഫുൾ വേവ് ലെങ്ത്ത് ആയിരിക്കും. 2 മീറ്റർ ആൻറ്റനയ്ക്കാണെങ്കിൽ 2 മീറ്റർ ആയിരിക്കും ടോട്ടൽ ഏകദേശം. അതിൻ്റെ താഴെ ഭാഗത്താണ് ഫീഡ് പോയിൻ്റ് വരുന്നത്. ആ ഫീഡ് പോയിൻ്റ് അവിടെ ഒരു ബാലൻ വേണം, ശരിക്ക് 4:1 ബാലൻ ഡെൽറ്റ ലൂപ്പിന് വേണം. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 75 ohms TV കേബിള്, അതിൻ്റെ ക്വാർട്ടർ വേവ് ലെങ്ത്താണ് മാച്ചിങ് സെക്ഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കാൻ വലിയ ചിലവൊന്നുമില്ല, വളരെ ലളിതമാണ്. എന്നിട്ട് അത് ആൻറ്റന കോയാക്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് വെച്ച് ലോക്കൽ റിപ്പീറ്റേഴ്സൊക്കെ വളരെ സൗകര്യമായിട്ട് കിട്ടും. ഇതിൻ്റെ ആ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലറായിട്ടാണ് സിഗ്നൽ പോവുക രണ്ട് സൈഡിലേക്കും. അപ്പോൾ ഞാനിത് സാറ്റലൈറ്റ് റിസീവ് ചെയ്യാനുള്ള ശ്രമത്തിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, സാറ്റലൈറ്റ് പാസ് ആദ്യം കണ്ടുപിടിച്ചു. ആ പാസിൻ്റെ ഡയറക്ഷൻ ഈ ആൻറ്റനയുടെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന തരത്തിൽ ആ ലൈനിലാണല്ലോ സിഗ്നൽ പോവുക. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചു. അതിപ്പോൾ കാണിച്ചു തരാം. ആൻറ്റന മൗണ്ട് ചെയ്തിരിക്കുന്ന PVC പൈപ്പ് കൈകൊണ്ട് തിരിക്കുക. അപ്പോൾ പാസിൻ്റെ സമയത്തിന് കുറച്ച് മുമ്പ് ഇത് തിരിച്ചിട്ട് അതിന് പെർപെൻഡിക്കുലറായിട്ട് വയ്ക്കുക. അപ്പോൾ ആ ഡയറക്ഷനിലായിരിക്കും സിഗ്നൽ പോവുക. ഇത് വലിയൊരു ഡയറക്റ്റിവിറ്റി ഒന്നുമില്ല, എന്നാലും അധികം ദൂരെ അല്ലാത്ത പാസ്, ഹൈ എലിവേഷൻ പാസ് ഓഫ് സ്പേസ് സ്റ്റേഷൻ തിരഞ്ഞെടുത്തിട്ട് അതിനാണിത് ട്രൈ ചെയ്തത്. RTF, Vito Juliet Oscar, do you copy? Juliet Oscar, Vito RTF 519, QSL. QSL, thank you very much. I am using Delta Loop antenna. നിങ്ങളിപ്പോൾ കേട്ടത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ട്രാൻസ്പോണ്ടർ വഴി VO2 RTFനെ ഞാൻ കോൺടാക്റ്റ് ചെയ്തതാണ്. RTFൻ്റെ സിഗ്നൽ നന്നായിട്ട് കേട്ടിരുന്നു. VO2 RTF ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഡെൽറ്റ ലൂപ്പ് ആൻറ്റനയൊന്നുമല്ല, നല്ല ക്രോസ് യാഗി വിത്ത് റൊട്ടേറ്റർ ഫുൾ ഡ്യൂപ്ലെക്സ് റേഡിയോ ഒക്കെയാണ്. ഞാനും ഫുൾ ഡ്യൂപ്ലെക്സ് റേഡിയോ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാണാം, 2 VFOs അതിൽ കാണാം. ഒരു VFOയിൽ 145.990 എന്ന് കാണാം. അത് മെയിൻ എന്നവിടെ എഴുതിയിട്ടുണ്ട്. അത് അപ്ലിങ്കാണ്, സാറ്റലൈറ്റിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ ആ സൈഡിൽ കൂടെയാണ് പോകുന്നത്. മറ്റേ ഭാഗത്ത് നമ്മൾ കാണുന്നത് 437.810 എന്ന് കാണുന്നുണ്ട്. അത് ഡൗൺലിങ്കാണ്. സാറ്റലൈറ്റ്, അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ട്രാൻസ്പോണ്ടർ നമ്മുടെ സിഗ്നൽ പിടിച്ചെടുത്തിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് അയക്കുന്ന ഫ്രീക്വൻസിയാണ് ആ കാണുന്നത്. ഫ്രീക്വൻസി ഫിക്സ്ഡ് ആയിരിക്കില്ല, സാറ്റലൈറ്റ് നീങ്ങുമ്പോൾ അതിനനുസരിച്ച് ഡോപ്ലർ കറക്ഷൻ ഉണ്ടാവും. അതാണ് ഞാൻ ഇടയ്ക്ക് കൈകൊണ്ട് തിരിക്കണ കണ്ടുണ്ടാവും, ആ ട്യൂണിങ് നോബ് തിരിക്കണ കണ്ടുണ്ടാവും. അത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് ഈ മൊബൈൽ ഫോണിൽ കാണുന്ന ഡിസ്പ്ലേ വെച്ചിട്ടാണ്. മൊബൈൽ ഫോണിൽ കാണുന്നത് അർജൻറ്റീനൻ ആംസാറ്റ് വെബ്സൈറ്റാണ്. അപ്പോൾ അതിൽ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് സാറ്റലൈറ്റിൻ്റെ ഡയറക്ഷനും പിന്നെ ഫ്രീക്വൻസി, ഡോപ്ലർ കറക്ഷൻ എത്ര വേണമെന്നുള്ളതും അതിൽ കാണിക്കുന്നുണ്ട്. അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ മാനുവലായിട്ട് റേഡിയോയിൽ കറക്ഷൻ ചെയ്യുന്നത്. പിന്നെ നടുക്ക് കാണുന്നത് n2yo.com എന്ന് പറഞ്ഞതൊരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര പാസുകളുണ്ട്, ഒരു ദിവസത്തെ അല്ല, ശരിക്കും അടുത്ത 10 ദിവസത്തേക്കുള്ള കാണിക്കും, എത്ര മണിക്കാണ് സമയമൊക്കെ കൃത്യമായിട്ട് കാണിക്കും, പാസിൻ്റെ ഡയറക്ഷൻ കാണിക്കും. അപ്പോൾ ഈ പാസ് നോക്കിയാൽ അറിയാം, 9:14 നോർത്ത് വെസ്റ്റ് നിന്ന് തുടങ്ങിയിട്ട് 9:24 സൗത്ത് ഈസ്റ്റിൽ അവസാനിച്ചു. 10 മിനിറ്റാണ് പാസ്. അപ്പോൾ അത് എൻ്റെ വീടിൻ്റെ അടുത്ത് കൂടെ പോകുന്നതായിരുന്നു, നല്ല ഹൈ എലിവേഷൻ പാസ്സായിരുന്നു. അതുകൊണ്ടാണ് ഡയറക്റ്റിവിറ്റി കാര്യമായിട്ടില്ലാത്ത ഡെൽറ്റ ലൂപ്പ് ആൻറ്റന വെച്ചിട്ട്, അതും VHF ആൻറ്റന
വെച്ചിട്ട് VHF ആൻറ്റിനയിൽ അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ തിരക്കില്ല, കാരണം നമ്മൾ VHF-ലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ റിസീവ് ചെയ്യുന്നത് അതിൻ്റെ 3 ഇരട്ടി ഫ്രീക്വൻസിയിലാണ്, UHF-ലാണ്. അതുപോലും വലിയ തിരക്കില്ലാതെ കിട്ടി. അതിൻ്റെ കാരണം തൊട്ടടുത്ത് കൂടെ പോകുന്ന പാസ്സാണ്. തൊട്ടടുത്ത് പറഞ്ഞാൽ വീടിൻ്റെ അടുത്തല്ല, നല്ല എലിവേഷൻ പാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 400 കിലോമീറ്റർ ഉയരത്ത് കൂടെ പോകും. ലോ എലിവേഷൻ പാസ്സൊക്കെ ആണെങ്കിൽ കുറേ ദൂരത്തായിരിക്കും, 1500 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. അതിവിടെ ഈ ട്രാക്കിംഗ് വെബ്സൈറ്റ് മൊബൈൽ ഫോണിൽ നോക്കിയാൽ അതിൽ കറക്റ്റ് ഡിസ്റ്റൻസ് കാണിക്കും. നമ്മളെ ഡയറക്ഷൻ മാത്രമല്ല ഡിസ്റ്റൻസും കാണിക്കും.